ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക നയനക്കൊരു പണി കൊടുക്കാമെന്ന് കരുതി പായസത്തിൽ ആ പൊടി ചേർത്ത് മാറ്റി വെച്ച് പിന്നീട് നയന ഉണ്ടാക്കിയ പായസം ഇരുന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ജലജ വരുന്നുണ്ട്. അപ്പോൾ ജലജയ്ക്ക് പായസം വേണോ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ടല്ലോ. അവൾ ഉണ്ടാക്കിയ പായസമൊന്നും ഞാൻ കുടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ അനാമിക സന്തോഷവതിയായി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ അമ്മയെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മാലയിട്ട് വന്നവർക്കൊക്കെ ഈ പായസം അവൾ കൊടുക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ബാത്റൂമിൽ പോകുന്ന ആ രംഗവും നയനെ കുറ്റപ്പെടുത്തുന്ന ആ രംഗമൊക്കെ ആലോചിച്ച് എനിക്ക് ചിരി വന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയുമ്പോൾ രേവതി പറയണത് ശരിയാണ് മോളെ, എന്തായാലും അച്ഛൻ അത് കണ്ടിട്ടേ ഉള്ളൂ എന്ന് വേണുവും പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം നയനയാണെങ്കിലോ നവ്യയ്ക്ക് ഈ പായസം കൊണ്ടുകൊടുത്തിട്ടുണ്ട്. നവ്യയാണെങ്കിലോ പറയാൻ വയ്യ, പതിവില്ലാത്ത ടേസ്റ്റാണ് ഈ പായസത്തിന് എന്നൊക്കെ പറഞ്ഞ് നവ്യയും കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം കുറച്ച് കഴിയുമ്പോഴേക്കും അനാമികയുടെ വയറിങ്ങനെ ഇളകി തുടങ്ങാണ്. അനാമികയുടെ വയറ്റിൽ നിന്ന് ആരൊക്കെയോ കിടന്ന് കുത്തിമറിയുന്ന ആ സൗണ്ട് അനാമികയുടെ ചെവിയിലെത്താണ്. അപ്പോൾ അനാമിക പറയാണ്, അയ്യോ അമ്മേ, എന്താ എനിക്കൊരു വയറിനൊരു വേദന. അത് കേൾക്കുന്ന വേണു പറയാണ്, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ കുറച്ചും കൂടി പായസം അങ്ങ് കുടിച്ചേക്ക്. അപ്പോഴേക്കും വേണു പറയാണ്, അയ്യോ എനിക്കും ഉണ്ടല്ലോ വേദന വരുന്നത്. അത് കേൾക്കുന്ന രേവതി പറയാം, എൻ്റെ വയറിലും അങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ അനാമിക ഓടടാ ഓട്ടം ബാത്റൂമിലോട്ട്. ഇത് കഴിയുമ്പോൾ രേവതിയും ഓടുന്നു, പിന്നീടാണെങ്കിൽ വേണു ഓടുന്നു. ഒരാൾ കയറുമ്പോഴേക്കും ഒരാൾ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നു. അങ്ങനെ 3 പേരും ബാത്റൂമിലോട്ട് ഇറങ്ങുന്നു, കയറുന്നു. അങ്ങനെ നല്ല കിടില രംഗമാണ് കേട്ടോ. എന്നാൽ ഈ സമയം എന്താ അമ്മേ ശരിക്കും നമുക്ക് സംഭവിച്ചത്? അപ്പോഴേക്കും വേണു പറയാണ്, നീ ആ പായസം മാറ്റി കൊണ്ടുവന്നോ? നീ പൊടിയിട്ട പായസമാണോ നമ്മൾ കഴിച്ചത് എന്ന് പറയുമ്പോൾ അല്ല അമ്മേ, ഞാനത് മറ്റത് തന്നെയാണ് കൊണ്ടുവന്നത് എന്നിങ്ങനെ വേണുവിനോട് പറയണം. അപ്പോൾ വേണു പറയാണ്, അല്ല അതല്ല, ആ പൊടി ചേർത്ത പായസം കുടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വയറിളകുകയാണ് ചെയ്യുക എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ട് നവ്യ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ നവ്യ പറയണം, പൊടിയിട്ട വയറിളക ചെയ്യാമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ പായസത്തിൽ പൊടിയിട്ടത്. അപ്പോൾ ഇത് കേൾക്കുന്ന നയനയുടെ നവ്യയുടെ ആ വാക്കുകൾ കേട്ടിട്ട് വേണു ആകെ ഞെട്ടാണ്. എന്താ ഇവൾ ഇങ്ങനെ പറയുന്നതെന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോഴേക്കും അനാമിക, നീ എന്തിനാണ് എൻ്റെ റൂമിലോട്ട് കയറിയത്? ഇതിന് എൻ്റെ റൂമല്ലല്ലോ, ഇത് അനന്തപുരിയിലെ റൂമല്ലേ. അത് കേട്ട ഉടൻ തന്നെ നീ എന്നോട് തർക്കുത്തരം പറയുന്നു. അത് കേൾക്കുമ്പോഴേക്കും വേണുവിന് വീണ്ടും വയറിളകുന്നു. വേണു അങ്ങ് പോകുന്നു കേട്ടോ. അങ്ങനെ വേണു ബാത്റൂമിൽ നിന്ന് പോകുമ്പോൾ ഓരോരുത്തർക്കായി നവ്യയോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 3 പേരും ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനാമിക പോയോട് ചോദിക്കും, വല്ല ജ്യൂസോ വല്ല എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞട്ടോ, ഇളനീരോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രിപ്പ് ഇടേണ്ടി വരും എന്നിങ്ങനെ അനാമികയോട് നവ്യ പറയുമ്പോൾ, നീ എന്താടി ഞങ്ങളെ പേടിപ്പെടുത്തണം, ഭീഷണിപ്പെടുത്തണം, പിന്നെ ഞാൻ എന്ത് വേണം? നിങ്ങൾ എൻ്റെ നയനക്കിട്ട് പണി കൊടുക്കുക എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആ പണി വീണിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അത് കേൾക്കുന്ന നീ എന്താടി നയന ഉണ്ടാക്കിയ പായസം അങ്ങനത്തെ പായസമാണോ? നയന ഉണ്ടാക്കിയതല്ലേ, അവൾ കാരണമല്ലേ ഞങ്ങൾക്ക് വയറിളകിയത്. ദേ എൻ്റെ നയനയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. അത് കേൾക്കുന്ന അനാമിക പറയണം, വല്യമ്മ വരട്ടെ, നയന പായസത്തിൽ എന്തോ ചേർത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു, അത് എല്ലാവർക്കും മുന്നിൽ ഞാനങ്ങ് പറയും, അതോടുകൂടി നയനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അത് കേൾക്കുന്ന നവ്യ പറയണം, ശരി വല്യമ്മ വരട്ടെ, വല്യമ്മ വന്നിട്ട് വേണം എനിക്കും ചിലതൊക്കെ കാണിച്ചു കൊടുക്കാൻ. ഇത് കേൾക്കുന്ന രേണു പറയണേ, എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത്? ഉടൻ തന്നെ നവ്യ പറയും, അങ്ങനെ മര്യാദക്ക് ചോദിക്ക്, ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കണേട്ടോ. നവ്യ എടുത്ത വീഡിയോ ഉണ്ടല്ലോ, അതായത് അനാമികയുടെ അമ്മയും അനാമികയും കൂടി പായസത്തിൽ പൊടി ചേർക്കുന്നതും അനാമികയുടെ അച്ഛൻ പറയുന്നതൊക്കെയുള്ള വീഡിയോ കേട്ടോ. ഇത് 1 മുതൽ ലാസ്റ്റ് വരെ കാണിച്ചു കൊടുക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവണേട്ടാ. അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവരൊക്കെ ആകെ പേടിയോട് നേടി നിൽക്കുകയാണ്. ഇതേ സമയം ഇത്രയും കാലം നിങ്ങളിവിടെ വരുമ്പോൾ ഓരോ പ്രശ്നവും ഞങ്ങളുടെ തലയിലിടാണ്. എന്നാൽ നിങ്ങൾ ഇത്തവണ കാല് കുത്തിയത് മുതൽ നിങ്ങളെ ഫോളോ ചെയ്ത് ഞാൻ നടക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ എനിക്കും നയനക്കും എന്തെങ്കിലും ഒന്ന് തിരിച്ചടി തരണം എന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതെനിക്ക് നന്നായി അറിയാം. കല്യാണം കഴിഞ്ഞ അന്നേ മുതൽ ഇവളെ എനിക്കിഷ്ടമല്ല. കല്യാണം ഉറപ്പിച്ചത് തന്നെ ഇവളുടെ സാമർത്ഥ്യ ബുദ്ധിയിൽ അനിയെ സ്വന്തമാക്കിയതാണ്. എന്നാൽ ഈ വീട്ടിൽ ഓരോ പരിപാടികളും കൃത്രിമങ്ങളും ചെയ്തു വെക്കുന്നതൊക്കെ നിങ്ങളാണ്. അന്നാ മാല പോയതും നിങ്ങളുടെ അറിവോട് കൂടിയിട്ടാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഇവളുടെ റൂമിലിരിക്കുന്ന മാല മറ്റൊരുത്തം കൊണ്ടുപോകുന്നതെങ്കിൽ ഇതാ ഈ നിൽക്കുന്ന നിങ്ങളുടെ അമ്മ തന്നെയാണെന്ന് പറയുമ്പോൾ അവിടെ അനാമിക അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ അമ്മയെക്കുറിച്ച് ഉണ്ടല്ലോ, അത് കേട്ട ഉടൻ തന്നെ നിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാലേ എനിക്ക് വേദനിക്കുള്ളൂ, എന്നാൽ എൻ്റെ അച്ഛനെ ജയിലിൽ കയറ്റിയത് എനിക്ക് വേദനിച്ചിട്ടില്ലേ? അതുകൊണ്ട് അതിനുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ. ഇന്നത്തോടു കൂടി നിങ്ങളുടെ പൊറുതി ഇവിടെ ഞാൻ മാറ്റിത്തരാം.
ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ അനാമിക ആകെ തലതാഴ്ത്തി നിൽക്കണം കേട്ടോ. ഇതേ സമയം വേണു മോളെ നീ ഇത് വെറുതെ ആർക്കും ചെയ്യല്ലേ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തതാണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരോട് ചെയ്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തിന് എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കാനൊന്നും ഉണ്ടാവില്ല, നിങ്ങളത് കണ്ട് പരിഹസിക്കോ, എന്നാൽ നിൻ്റെ പൊറുതി ഇതോടുകൂടി ഞാൻ മാറ്റൂടി എന്നിങ്ങനെ അനാമികയോട് പറയുമ്പോൾ ദയവ് ചെയ്ത് നീ അത് ആർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദ്യം നിൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ടാവും ബാക്കി എന്ന് പറഞ്ഞ് നവ്യ അങ്ങ് ഇറങ്ങുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനാമികക്ക് വീണ്ടും വയറ്റിൽ നിന്നും പോവാണ്. അങ്ങനെ പിന്നീട് അനാമികക്ക് സുഖമില്ലാതാവാണ്. തളർച്ച ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അനാമികയാണ്. അതുകൊണ്ട് തന്നെ അനാമികയെ ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. ട്രിപ്പ് ഇടേണ്ട ആ അവസ്ഥ അനാമികക്ക് എത്തുന്നു കേട്ടോ. ഇതേ സമയം എല്ലാവരും പറയുന്നത് ആ പായസം കുടിച്ചതിലാണ് അനാമികക്ക് ഇങ്ങനെ പ്രശ്നം വന്നത് എന്നുള്ള പറച്ചിൽ വരുമ്പോൾ അവിടെ അനാമിക തന്നെ പറയണം, അല്ല പായസമല്ല, പുറത്തുനിന്ന് ഞാനൊരു ഭക്ഷണം അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്നിരുന്നു, അത് കഴിച്ചതിലാണ് എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് വരുത്തി തീർക്കുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ ഇനി അനാമിക നാണം കെടുന്ന എപ്പിസോഡും അതുപോലെ തന്നെ അനാമികയെ കൊണ്ട് ഇക്ഷ ഇണ്ണ വരപ്പിക്കുന്ന നവ്യയുടെ ആ കിടലം പ്രകടനമൊക്കെയാണ് കേട്ടോ. ഇനി അടുക്കളയിലൊക്കെ നവ്യ അനാമികയെ കയറ്റുന്നുണ്ട്. ഈ വീഡിയോ വെച്ച് ജലജയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് പോലെ തന്നെ അനാമികയും ഇനി ചെയ്യുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒന്നും അറിയാതെ നയന നിൽക്കണ്. എന്താ ചേച്ചി ശരിക്കും അവൾക്ക് സംഭവിച്ചത്? അവളെയും കൊണ്ട് എന്തിനാ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്? അവൾ ചെയ്ത പുണ്യപ്രവൃത്തി കൊണ്ട് എന്താ ചേച്ചി പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. എടി അവൾ ആ പായസമുണ്ടല്ലോ, നീ ഉണ്ടാക്കി വെച്ച പായസം, നീ ഉണ്ടാക്കിയ പായസത്തിൽ വയറിളകാനുള്ള പൊടി അവളുടെ അച്ഛൻ കൊണ്ടുവന്നിട്ട് അവളുടെ അമ്മയും അവളും കൂടി ചേർത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് കുഴപ്പമെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇല്ലടി, അവർക്ക് കുടിക്കാൻ അവർ കുറച്ച് ഭാഗ്യവശാൽ മാറ്റി വെച്ചിരുന്നു, അതാണ് നീ എനിക്ക് കൊണ്ടുവന്നത്. മറ്റേ പായസം ഞാൻ അവിടെ നിന്നും മാറ്റിയിരുന്നു. അത് കേൾക്കുന്ന നയന ചോദിക്കുകയാണ്, അപ്പോൾ ചേച്ചി അതവർ കുറച്ചല്ലേ മാറ്റി വെച്ചിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ അളവിൽ വ്യത്യാസമില്ല. അത് തന്നെയാടി എൻ്റെ പണി. പുറത്തു നിന്നും ഞാൻ പാൽപ്പായസം ഓർഡർ ചെയ്തിരുന്നു, അത് അവിടോട്ട് വെച്ച് ഇവർക്ക് ഈ പൊടി ചേർത്തതും ചേർത്ത് ബാക്കി ഞാൻ കൊണ്ടേ കളഞ്ഞടി എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന നയന കരഞ്ഞും കൊണ്ട് തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിക്കണം. എൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ ആ പായസം ചേച്ചി കണ്ടില്ലായിരുന്നെങ്കിൽ, ചേച്ചിക്ക് തന്നെങ്കിൽ ചേച്ചിയുടെ കുഞ്ഞ്, ഈശ്വര എനിക്ക് ആലോചിക്കാനേ വയ്യ, എനിക്ക് പേടിയാവുന്നു, എൻ്റെ ചേച്ചി എന്നെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് നവ്യയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ മോളെ ഇവരിവിടെ വരുന്നത് നമുക്കിട്ട് പണി നൽകാനാണെന്ന് നീ ഓർക്കണം, അല്ലാതെ ഇവർ അനാമികയുടെ സുഖവിവരം അറിയാനൊന്നല്ല. ഈ വീട്ടിൽ നിന്ന് മോഷണവും അതുപോലെ നമുക്ക് എങ്ങനെയെങ്കിലും പണി തന്ന് ഇവരെക്കുറിച്ച് പലതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവര് പറയുന്നത് പോലെയല്ല, അനിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതാണ്. അതാ നിന്റെ വല്യമ്മ എന്ന് പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ല. ആദർശേട്ടൻ്റെ അമ്മ, അവരാണ് ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കുറച്ച് കാലങ്ങളെ ഇവരുടെ ഈ കള്ളക്കളിയൊക്കെ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ നിന്റെ ആദർശേട്ടൻ്റെ അമ്മയുണ്ടല്ലോ ദേവിയാനി, അവർക്ക് മുന്നിൽ എല്ലാ സത്യങ്ങളും വെളിവാകുമ്പോൾ അവളെ അടിച്ചു പുറത്താക്കിക്കൊള്ളും. എന്തായാലും ഈ വീഡിയോ വെച്ച് അവളെ കൊണ്ട് ചെയ്യാവുന്നിടത്തോളം പണികളൊക്കെ ഞാൻ ചെയ്യിപ്പിക്കും എന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചി, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, നീ ഒന്നും മിണ്ടാതിരിക്കടി. നീ ഇങ്ങനെ പാവമായതുകൊണ്ടാണ് നിന്റെ മേൽ എല്ലാവരും കയറാൻ വരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മായിയമ്മയെ വരച്ച വരയിൽ നിർത്തുന്നത് കണ്ടില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഇവൾക്കും കൊടുത്തെങ്കിലാ ഇവളുടെയും ഈ ശല്യം നമുക്ക് ഒഴിവാവുകയുള്ളൂ എന്നൊക്കെ നവ്യ പറയുന്നു കേട്ടോ. അങ്ങനെ നവ്യ നല്ല കിടുക്കൻ സീനാണ് ഇനി ചെയ്യുന്നത്. നല്ല അടിപൊളി സീനുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ.